ഇന്ന് നമുക്ക് ഒരു താറാവ് മപ്പാസ് ഉണ്ടാക്കിയാലോ? താറാവ് മപ്പാസ് ആ, അടിപൊളി. അപ്പം അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ താറാവ്, ഫ്രോസൺ താറാവ്, ഫ്രീസറിൽ ഇരുന്ന താറാവ് ഒരു ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയുണ്ട്, കടുക്, വെളുത്തുള്ളി പേസ്റ്റ്, ഒനിയന്, 2 ഒനിയൻ, പിന്നെ പച്ചമുളക്, ക്യാരറ്റ്, ടൊമാറ്റോ, അത് പൊട്ടറ്റോ. പിന്നെ ഈ ടൊമാറ്റോ 2 രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാല്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയാണ് നമുക്ക്. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അത് വെച്ച് ആദ്യമായിട്ട് നമ്മൾ ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ എടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കറിവേപ്പില, കടുക് പൊട്ടി വരുന്നുണ്ട്. ഉനിയൻ ചേർത്തു. ഉനിയൻ ശരിക്കും വാടണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഉള്ളു. ഒന്ന് വഴറ്റിയെടുക്കും. ഒരു ചുമന്ന ഒരു ഗോൾഡൻ കളർ വരുന്നോടം വരെ നമ്മളിങ്ങനെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഏകദേശം ഒരു ഗോൾഡൻ പരിവായിട്ട് വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒരു പച്ച സ്മെല്ല് മാറാൻ വേണ്ടോണം നമ്മൾ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. പച്ചമുളക് നട്ടു. നമുക്ക് ഇന്ന് ഈ സ്മാഷ് ചെയ്ത തക്കാളി ചേർത്തിട്ട് നല്ലപോലെ അത് സ്മാഷ് ചെയ്ത് നല്ലപോലെ ഇത് യോജിപ്പിച്ചെടുക്കും. പിന്നെ ഇത് മല്ലിപ്പൊടി അങ്ങോട്ട് മല്ലിപ്പൊടി ഇതിൻ്റെ അകത്ത് ഉള്ളത് മൊത്തം അങ്ങോട്ട് ചേർത്ത്. ഗരം മസാല, ഗരം മസാലയുടെ ഒരു സ്മെല്ല് നല്ല ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടോ? പിന്നെ അല്ല പൊട്ടിട്ടോ ചാരത്തൂടെ അങ്ങ് ചേർത്തിട്ട് നമുക്ക് താറാവ് കൊടുക്കാം. ഇവിടെ മെയിൻ ഐറ്റം വന്നിരിക്കുകയാണ്. ഇതിൽ നാരങ്ങ നീര് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇനി വെന്ത് കഴിയുമ്പോൾ താറാവിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങും. നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. താറാവിന്ന് വെള്ളം നമ്മളങ്ങനെ ഇറങ്ങും. കോഴിയൊക്കെ കറി വെക്കുമ്പോൾ വെള്ളം ഇറങ്ങിയാലേ എന്ന് പറഞ്ഞ പോലെ താറാവിന്നും വെള്ളം ഇറങ്ങും. അപ്പം ഈ താറാവിൻ്റെ വെള്ളത്തിൽ കിടന്ന് ഇതങ്ങനെ വേകട്ടെ. ഇടയ്ക്ക് വറ്റിയും കൊടുത്താൽ മതി. പയ്യിരുന്നു വേട്ടെ. ഓക്കെ, ഇവിടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിയും. ഇനി നമുക്ക് ചേർക്കാനുള്ള തക്കാളി ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി കൂടുതൽ വെന്ത് പോകും. അതുകൊണ്ട് ഇതൊരു പകുതി വേകുമ്പോൾ തക്കാളിയും കൂടെ ചേർക്കാം. എന്നിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ മാത്രം മതി. ഇത്രയും പരിപാടിയുള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഇറങ്ങുന്നുണ്ട്. താറാവിൻ്റെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം വേവില്ലാത്ത താറാവാണ്, കാരണം ഫ്രോസൺ താറാവായതുകൊണ്ട്. നമ്മുടെ നാടൻ താറാവൊക്കെ ആണെങ്കിൽ കുക്കറിലിട്ട് വേവും. ഈ ഫ്രോസൺ താറാവായതുകൊണ്ട്
ഇത് നമ്മുടെ ബ്രോയിലർ കോഴിയെ കൂട്ടുള്ള ബ്രോയിലർ താറാവാണ്. അപ്പൊ അതുകൊണ്ട് വേവ് കുറവാണ്. നാടൻ താറാവിന്റെ അത്ര വേവില്ല. ഇനി വേട്ടെ ഏകദേശം ഇത് വെന്തു. നമുക്ക് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ അരച്ചിട്ടുള്ള തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ പാലല്ല, ഇത് തേങ്ങ പൗഡറാണ്, അത് കലക്കിയെടുത്താണ്. ടേസ്റ്റ് ഒന്ന് നോക്കാം ചെറുതായിട്ട്. സൂപ്പർ. തണുത്ത് കഴിയുമ്പോൾ ചാറിന്റെ കുറുകി കഴിയുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാം. താറാവിന്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് ഈ മുകളിലോട്ട് തക്കാളിയും കൂടെ അങ്ങോട്ട് കൊടുക്കും. തന്നെ അടിപൊളി. പൊളി. യമ്മി യമ്മി. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക, അഭിപ്രായം ഞങ്ങളുടെ കമന്റ്സിൽ അറിയിക്കുക. ഓക്കെ.